നമസ്കാരം. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിയും ഞാനും കൂടിയുള്ള പരിപാടിയാണ്. അവൾ എന്നല്ല ഒരു 10 വയസ്സിന് മൂത്ത. അതിൻ്റെ ഇടക്ക് ഞാൻ ഇന്ന് TV കണ്ടപ്പോൾ ഒരു പള്ളിയിലെ അച്ഛൻ, കാസർഗോഡ്, എന്താ പോൾ തട്ടേല അങ്ങനെ എന്തോ വീട്ടുപേര്. ഇപ്പന്മാരുടെ വീട്ടുപേര്, ഈ പള്ളിയിലെ അച്ഛന്മാരെന്തിനാ വീട്ടുപേര് വെക്കണേ? ഫ്രാങ്കോ മുളയ്ക്കൽ, അതേപോലെ പുത്രിക്കയിൽ, ആലഞ്ചേരി, ഇവന്മാരൊക്കെ ആ കുടുംബ പേര് നാശമാക്കാനാണല്ലോ. അപ്പം ഈ പോൾ തട്ടൽ എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള അച്ഛൻ ചെയ്ത ഒഫൻസ് എന്താണെന്നറിയാം. 17 വയസ്സുള്ള പയ്യനെ കഴിഞ്ഞ കൊല്ലം തൊട്ട് പീഡിപ്പിച്ചുകൊണ്ട് നിൽക്കുക, പ്രകൃതി വിരുദ്ധം. കേസെടുത്തെന്ന് പറഞ്ഞപ്പോൾ നാറി ഒളിവിൽ പോയേക്കാം. അപ്പം ഇവന് വല്ല കുമ്പസാരിക്കാൻ വരുന്ന തേടത്തിമര കള്ളവടി കുമ്പസാരം കഴിയുമ്പോൾ ഒന്ന് വളച്ച് ആ മേടയിൽ കയറ്റി ഒന്ന് നോക്കി വിട്ടാൽ പോലെ. ഇത് മോശമായി പോയി. ഈ അച്ഛന്മാരെ ശരിക്കും പെണ്ണ് കെട്ടിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. അല്ലെങ്കിൽ ഈ സാമാനം പൊങ്ങാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തിരുത്തണം ഇപ്പന്മാരെ. അല്ലെങ്കിൽ ഇവർ ഈ വീഞ്ഞും പോർക്കൊക്കെ അടിച്ച് കയറ്റി ഇവർ സാമാനം ഇട്ടാൽ പിന്നെ എന്ത് ചെയ്യും? അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ലിംഗം ഉദ്ധരിച്ചാൽ പിന്നെ അത് അമരുണ്ടെങ്കിൽ സുഖം പോവുക തന്നെ വേണ്ടേ? ഏതെല്ലാം അച്ഛൻ ഒളിവില്ല. നമ്മുടെ വിഷയം അതല്ല, കൂട്ടുകാരൻ്റെ ചേച്ചിയാണ്. അപ്പം എനിക്ക് നല്ല ഫ്രീഡമുള്ള വീടാണ്. അപ്പോൾ പകൽ മിക്ക ദിവസം ഞാനവിടെ പോകും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കുറച്ച് കാലം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എന്നോടാണ് അവിടുത്തെ എല്ലാ മെയിൻ്റനൻസ് കാര്യങ്ങളും എന്തും എന്നെ ഏൽപ്പിച്ചേക്കാം. അപ്പോൾ ഇവൻ്റെ ചേച്ചി ഞാൻ പറയില്ല, 10 വയസ്സുണ്ട്. ഇതിൻ്റെ നോട്ടം കണ്ടാലേ ഇപ്പം നമ്മളെ കടിച്ച് തിന്നുകളെന്ന് ഉള്ളൊരു നോട്ടം, ഒരു കാമ കണ്ണിൽ കത്തി നിൽക്കണം. എനിക്ക് പല പ്രാവശ്യം വായിക്കാൻ പറ്റിയിട്ട്, പക്ഷേ കൂട്ടുകാരൻ്റെ ചേച്ചില്ല, കയറി പിടിക്കാനൊന്നും ഉള്ള ധൈര്യമൊന്നും ഇല്ല. കൂട്ടുകാരൻ്റെ പെങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഈ അമ്മ ഉണ്ട് വീട്ടിൽ. അമ്മ അപ്സ്റ്റേർക്ക് 2ാം നിലയ്ക്ക് വരില്ല. ഇവളുടെ റൂം 2ാം നിലയിലാണ്. അപ്പോൾ ഓരോ പേരും പറഞ്ഞ് അവൾ മുറിക്കൊക്കെ വിളിക്കും. പക്ഷെ പകലൊന്നും അവിടെ ഒരു മനുഷ്യന് വരാൻ ഒരു സാധ്യത ഇല്ലാത്ത വീടാണ്. ഇനി വന്നാൽ തന്നെ എന്നെ കണ്ടാൽ ഞാൻ ആ വീട്ടിലൊരു അംഗത്തിനെ പോലെ ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇവള് എന്നോട് പറഞ്ഞ്, എൻ്റെ മുറിയിലെ സീലിംഗ് ഫാൻ ഒന്ന് തുടക്കണം, നീ ഒന്ന് വരി, ഞാൻ കസേര പിടിച്ച് തരാം എന്നൊക്കെ പറയാം. ഇവള് ഓരോ പേരും പറഞ്ഞ് എന്നെ മുറിക്ക് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇപ്പം ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ എനിക്ക് അന്ന് തോന്നി എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. റൂമിൽ ചെന്നിട്ട് ഇവള് സീലിംഗ് ഫാൻ തുറക്കണ കാര്യമല്ല പറഞ്ഞത്. എന്നോട് ചോദിച്ച്, വെള്ളം വെച്ചിട്ടുണ്ടാകുന്ന എനിക്ക് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ഓടില്ല. വെള്ളം വെച്ചാൽ ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്, അതായത് ശുക്ലായ ആണോടി തുടങ്ങിയാലൊക്കെ അന്നൊക്കെ എട്ടി പഠിക്കുമ്പോഴൊക്കെ നിനക്ക് വെള്ളം വെച്ചാന്നൊക്കെ ഞങ്ങൾ പരസ്പരം ചോദിക്കാറുണ്ട്. ഇവർ പെട്ടെന്ന് എന്നോട് ചോദിച്ചാൽ പെട്ടെന്ന് എനിക്കാരും ആ വേർഡ്സ് എൻ്റെ മൈൻഡിലേക്ക് കയറില്ല എന്നല്ല. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇവരങ്ങനെ ചോദിക്കും. പെട്ടെന്ന് എൻ്റെ മൈൻഡ് ശരിയായി. ഞാൻ പറഞ്ഞ് അറിയില്ല പറഞ്ഞു, നോക്കിയിട്ടില്ല ചോദിച്ചു. അതായത് വാണം അടിക്കലുണ്ടെന്ന് അവൾ ഉദ്ദേശിക്കണം. അല്ലാണ്ട് പെണ്ണുങ്ങൾക്ക് ഇപ്പം മെൻസസ് ആകണം ഇപ്പം എല്ലാവരും അറിയുമല്ലോ. ആണുങ്ങൾക്ക് ഇത് വാണം അടിച്ച് തന്നെ നോക്കണ്ടേ, വെള്ളം വരണമെന്നറിയാം. അന്ന് ഞാൻ മുണ്ട കൊടുക്കുക. ഇവള് മുണ്ടിൻ്റെ പുറത്തു കൂടി ഉണ്ട്, കാനത്തുമേ കയറി പിടിച്ചു. എൻ്റെ സാധനം ഇവളടുത്ത് വന്ന് അപ്പം പൊങ്ങും. പക്ഷേ ഇത് ഷഡ്ഡീൻ്റെ ഉള്ളിൽ ഇങ്ങനെ അമർന്നിരിക്കുകയല്ലേ. ഈ വെള്ളം വെച്ച കാര്യം കൂടി പറഞ്ഞപ്പോൾ ഒന്നും കൂടി അത് കൊലച്ച് നിൽക്കുക. ഇപ്പോൾ കയറി പിടിച്ചിട്ട് എൻ്റെ കണ്ണുക്ക് നോക്കണേ, എടാ കള്ള, നീ ആള് കൊള്ളാലാണ്. എൻ്റെ മുണ്ട വെള്ളം കണ്ട് പറിച്ച് നിലത്തേക്ക് ഇട്ട് ഇവളവിടെ മുട്ടുകുത്തി നിന്നിട്ട് എൻ്റെ സാധനം എടുത്ത് വായിൽ വെച്ചു. ഞാൻ സ്വപ്നം കാണുകയെന്ന് വിചാരിക്കുന്നത്. ഇതൊന്നും ഞാൻ ഇതിനോർത്തൊക്കെ വാണടിച്ചിട്ടുണ്ട്. അതിന് വേണ്ടുണ്ട് സാധനം. കുറേ നേരം അത് വായിലിട്ട് ഈമ്പി പിന്നെ എണീറ്റ്. ഇവളുടെ വേഷം എന്ന് പറയാൻ മുണ്ടും അടിപ്പാവാട, പിന്നെ ഒരു മുണ്ട്, പിന്നെ ഈ തൊഴിലുറപ്പുകാരൊക്കെ ഇടൂല്ലേ ഫുൾ കൈ ഷർട്ട്. ഇപ്പം അതേപോലെ അത്ര ലൂസല്ല, ഒരു ഫുൾ കൈ ഷർട്ട്, ഉള്ളിൽ ബ്രേസിയോ. അത് ഇവള് ഷർട്ടിൻ്റെ ബട്ടൺസ് ഊരി, ഷർട്ടാണ് ഊരി. എന്നിട്ട് ഇവള് തിരിഞ്ഞ് നിന്ന് കുക്ക് കഴിക്കാൻ പറയും. ഞാൻ കുക്ക് കഴിച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ തിരിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവളുടെ മുലകൾ, അമ്മ നിപ്പിൾസൊക്കെ നല്ല റോസ് കളറ്. എൻ്റെ തലകൾ പിടിച്ചത് ആദ്യം മുല വായിൽ വെച്ച് തന്നു. ഇവൾക്ക് ഭ്രാന്തായി. ഞാൻ പറഞ്ഞ വാതിലടക്കുകയാണ്. ഇങ്ങോട്ടൊന്നും ആരും വരില്ല. ഈ അമ്മ ചെയർ കേസ് കയറില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അതിന് മുട്ടുകാല് വേദന കഴിയൂല.
പിന്നെ വേറെ ആരെങ്കിലും വന്നാൽ കോളിംഗ് ബെല്ല് അടിക്കും, ഫ്രണ്ടിലെ വാതിൽ ക്ലോസിലാണ്. വാതിലടക്ക്, എനിക്ക് ധൈര്യം വരില്ലല്ലോ, വാതിലടച്ച. ഇത് കഴിഞ്ഞ് ഇവിടെ മുണ്ടും പാവാടയും ഞാൻ ഊരി. അന്ന് ഷഡ്ഡി വല്ലാണ്ട് പ്രചാരത്തിലില്ല, പക്ഷേ ഇവളിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവള് ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിൽക്കണ പെണ്ണിന് ഷഡ്ഡി ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇരുന്നതേ. അന്നൊന്നും ആ പ്രദേശമൊന്നും ഷേവ് ചെയ്യണത് കുറവാണ്. പെണ്ണുങ്ങൾ രോമൊക്കെ നല്ലോണം ഉണ്ടാവും. ഇപ്പം മിക്ക പെണ്ണുങ്ങളല്ല എല്ലാവരും ഷേവ് ചെയ്യും. പണ്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷേ നല്ല വൃത്തിയിൽ സൂക്ഷിക്കും പണ്ടത്തെ പെണ്ണുങ്ങളും ഇപ്പോഴത്തെ പെണ്ണുങ്ങളും. അതിന് മുതലൊക്കെ ഞാൻ കൂട്ടിച്ച് എൻ്റെ മുഖമൊക്കെ ചുമന്ന് ചുണ്ടൊക്കെ. ഇപ്പോഴെ ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളതിൽ ഇപ്പോഴാണ് കട്ടിൽമേ കിടന്നിട്ട് എൻ്റെ മേലേക്ക് വലിച്ചിട്ട് ചുണ്ടൊക്കെ കിസ് ചെയ്ത്. പിന്നെ ഇവള് എൻ്റെ തല അടിക്ക് കൊണ്ടുപോകണം. എന്തിനാ? അപ്പോൾ അവളുടെ പൊക്കളൊക്കെ ഉണ്ട്, നല്ല മാർദ്ദ വയറൊക്കെ, നല്ല മിനുസമുള്ള വയറ്. ഞാൻ പൊക്കളിലൊക്കെ നാവിട്ടൊക്കെ ചുഴറ്റി അതിൽ ഇവള് തല അടിക്കടിക്ക് ഉന്തുക. എനിക്ക് എന്ത് ചപ്പാനാണ് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വേറെ ചേച്ചീനെ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് എന്തൊക്കെ നാവും കൊണ്ടൊക്കെ ചുഴറ്റി കുറേ നേരം. ഇതിങ്ങനെ സീൽക്കാരങ്ങളൊക്കെ പുറപ്പെടുവിക്കൽ തുടങ്ങി. കുറേ നേരം ആയപ്പോണ്ട് ഇവളെന്നെ പിന്നെയും വിളിച്ച് മേലക്കന്നെ കെട്ടിപ്പിടിച്ച്. പിന്നെ അവൾ എൻ്റെ സാധനം പിടിച്ചിട്ട് കാല് ഈ പൊസിഷൻ കറക്റ്റാക്കണ്ടേ, ഇവള് കാലൊക്കെ നല്ലോണം അകത്തി വെച്ചിട്ട് ഇതിൻ്റെ സാധനത്തിൻ്റെ ആ എൻട്രൻസിൽ കൊണ്ടുപോയി ഇവള് വെച്ച്. പിന്നെ അതിൽ ഞാൻ എന്ത് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറയാം, ഒരു തലേന്ന് എടുത്ത് ഇത് പൊങ്ങിച്ചിട്ട് അടിയിൽ വെച്ച്, ചന്തിൻ്റെ അടിയിൽ. എന്നാൽ ഫുള്ള് കടവരാണ്ട് കയറും. എന്നിട്ട് ഞാനിങ്ങനെ അടിക്കാം. ഇതിൻ്റെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ആവണം. നല്ലൊരു എന്താ പറയുക, ഒരു മതാലത്തൊരു ചുണ്ട് കടിക്കണം, നാവ് കടിക്കണം, മുഖമൊക്കെ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ഇതിന് വരാനായെന്ന് മനസ്സിലായി എനിക്ക്. അങ്ങനെ ഞാനതിനെ കളിച്ച് സത്യം പറഞ്ഞാൽ എനിക്കും അതിന് ഒപ്പമാണ് വന്നത്. അതൊരു പ്രത്യേക ഇതായിട്ട്, കാരണം അതിങ്ങനെ വെട്ടി വിറക്കുമ്പോൾ ഞാനതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ച് ഒഴിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ തന്നെ കുറച്ച് നേരം കിടന്നു. അത് ഞാൻ ഇറങ്ങിയപ്പോൾ അവള് കയ്യെത്തിച്ചൊരു തുണി എടുത്ത് തുടച്ച്, അല്ലെങ്കിൽ ബെഡുമേലൊക്കെ ആവൂലേ ചുക്കം. എന്നിട്ട് ഇവള് എന്നോട് ചോദിക്കുകയാണ്, നീ ഇതിനു മുമ്പ് ആരെങ്കിലും കളിച്ചിട്ടുണ്ടായി? ഞാൻ മിണ്ടില്ല. എന്താ അങ്ങനെ ചോദിച്ചു നീ തലേണയൊക്കെ എടുത്ത് അടിയിൽ വെച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ നിങ്ങളാരെങ്കിലും കളിച്ചിട്ടുണ്ടായി? എന്ത് പറയും ആരെ വെച്ച്? അത് ഞാൻ പറയില്ല. ഇപ്പം കളിക്കാറുണ്ടായിട്ട് ഇപ്പം ഇല്ല, ആകെ 2 വട്ടം കളിച്ചിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളൂ. ആളെ പറയില്ല. നീ ആരെ കളിച്ച് ചോദിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു ഞാനും ആളെ പറയില്ല. അപ്പോൾ അവരെന്നോട് തന്നെ എനിക്ക് ആളെയൊക്കെ മനസ്സിലായിട്ടുണ്ട്, നീ പറയുന്നത് വേണ്ട, രഹസ്യം എപ്പോഴും രഹസ്യമായിട്ടിരിക്കട്ടെ. ഞാൻ ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ടാക്കിയത് ഇഷ്ടമായി ചോദിച്ചു. അതുകൊണ്ടാണ് എനിക്ക് നിന്നൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. അല്ലാണ്ട് ഇപ്പോൾ ഫസ്റ്റിലെ ചെയ്യണ ഒരാളൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ. നിന്നെ കൊണ്ട് ആരും ചെയ്യിക്കേണ്ടത് എനിക്ക് മനസ്സിലായത്. പിന്നെ മിക്ക ദിവസവും ഞാൻ പകൽ പോയിട്ട് നക്കി കൊടുക്കുകയും ചെയ്യും, കളിക്കുകയും ചെയ്യും. ഇപ്പോൾ കൂട്ടുകാരൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടാ അപ്പോൾ എങ്ങൾക്ക് കല്യാണം വരുന്നില്ലല്ലോ, അവൾക്കുണ്ടാവും ആഗ്രഹങ്ങളൊക്കെ. ഞാൻ അവളാർക്കെങ്കിലും കളിക്കാൻ കൊടുത്താൽ ഞാൻ അവളോട് ദേഷ്യപ്പെടില്ല. കാരണം നമ്മളൊക്കെ കളിക്കല്ലേ പകലര്, നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയല്ല അതും, അവൾക്കില്ല ആഗ്രഹങ്ങൾ. അപ്പം എനിക്ക് സമാധാനമായി. ഇവനോട് പറയാൻ പറ്റൂല, എന്നാലും ഇപ്പം എങ്ങളാരെങ്കിലും കളിച്ചാൽ പ്രശ്നമില്ല. അവന് പിന്നെ അവൻ തൃശ്ശൂർ ചെറിയൊരു വർക്ക് സംബന്ധമായിട്ട് പോയതാണ്. അവൻ പിന്നെയും തൃശ്ശൂർക്ക് പോയി. ഞാനെന്നും കളിക്കും. ഞാൻ പറഞ്ഞില്ല, അന്നത്തെ കാലത്ത് കല്യാണമൊക്കെ ഏതെങ്കിലും ബ്രോക്കർ ഏജ് ഓവറായാലും ആരെങ്കിലുമൊക്കെ കെട്ടി കൊണ്ടുപോകും. അങ്ങനെ നല്ലൊരു മനുഷ്യൻ വന്ന് കെട്ടി അവരൊക്കെ ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അത്രേ ഉള്ളൂ. ഒരു മടിയും വിചാരിക്കണ്ട. കാരണം ഇപ്പോൾ ഈ അച്ഛനൊക്കെ, അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇവനൊക്കെ ഈ സാധനം കിട്ടാത്തതിൻ്റെ കേടാ.
പിള്ളേരെ വരെയും വെറുതെ വിടാത്ത ഈ കളിയൊക്കെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ ഇത്ര സംഭവങ്ങൾ ഉള്ള റേറ്റും കുറയും, കുട്ടികളാരും ഉപദ്രവിക്കില്ല, പെണ്ണുങ്ങളെ കയറി ബലാത്സംഗം ചെയ്യില്ല. അതൊക്കെ അവൈലബിൾ ആണെങ്കിൽ പിന്നെ അതിനാരെങ്കിലും മെനക്കിടുക. അത്ര ഉള്ളതിലൊക്കെ കാര്യം. ഞാനീ പറയുമ്പോൾ ആൾക്കാരെ പഠിപ്പിക്കാനൊന്നുമല്ല, ഞാനൊക്കെ നല്ലോണം വലിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ പറഞ്ഞല്ലേ, ഒരു ഗ്രാമത്തിൽ തന്നെ എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂസായി ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറുമട്ടത്തിൽ കളിച്ച് വരാണെങ്കിൽ അതിന് പറ്റിയതുണ്ട്, യുദ്ധം ചെയ്ത് കളിക്കണമെങ്കിൽ അതിന് പറ്റിയതുണ്ട്, മീഡിയം റേഞ്ച് ഉണ്ട്. പക്ഷെ എവിടെ നമ്മൾ ചെല്ലാന്ന് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടല്ല, ഇന്ന സമയത്ത് ഒന്നും പറയില്ല. പിന്നെ അവർക്ക് പീരീഡ്സ് ആണെങ്കിൽ ഏകദേശം ഡേറ്റൊക്കെ എനിക്ക് എല്ലാവരും അറിയും. പിന്നെ 10:30ക്കും 11നും ഇടക്ക് അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ ടൈമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ സിഗ്നലില്ല, ആ സിഗ്നലിൽ 3 വട്ടം കൊടുത്താൽ അവിടെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സക്സസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചില വീട്ടിൽ ഓട്ടുമ്പുറത്തോട്ട് ചെറിയ കല്ല് 2 പ്രാവശ്യം ഇടുക, അന്നൊക്കെ ഓടിട്ട വീടുകളാണ്. അപ്പോഴും റെസ്പോണ്ട് ചെയ്യണം. ആ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ വന്നത്. നല്ല വാതിൽ തുറക്കാതാണ് അതിൻ്റെ സിഗ്നൽ. അപ്പോൾ ചിലപ്പോൾ അടുക്കള വഴി കയറേണ്ട വീടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട് ഡോറിൽ കൂടി കയറേണ്ട വീടുണ്ടാവും. ഓരോ എൻട്രൻസും ഡിഫറെൻ്റാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ അവിടെ കഥ ഓപ്പൺ ആവും. പിന്നെ കളിച്ച് മതിയാക്കുക. നേരം വെളുക്കണ കോഴി കൂകണ നേരത്തൊക്കെ ചിലപ്പോൾ പരിപാടി ആയിരിക്കും, പിന്നെ അത് പോരും. പക്ഷെ എനിക്ക് പകൽ കളിക്കാനാണ് ഇഷ്ടം, അതെന്താ അറിയില്ല. രാത്രിയും പറ്റും, എനിക്ക് വെളിച്ചമൊക്കെ വേണം, അല്ലെങ്കിൽ ഇരുട്ടത്ത് എനിക്ക് കണ്ട് കളിക്കണം. അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പെണ്ണിനെ അടിച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് വികാരം കൂടി വരുമ്പോഴൊക്കെ നമുക്കൊന്നും കൂടി ത്രില്ലാവും. നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി സ്പീഡിലൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഇരുട്ടത്ത് എന്തോ അലക്കെ കാണുന്നത്. അപ്പോൾ അതാ ഞാൻ പറയാം, പകൽ വെളിച്ചത്തിലാണ് എനിക്കിഷ്ടം. പിന്നെ ഓപ്പൺ എയർ കളി അതൊക്കെ ഇനിയും വരാനുണ്ട് വെടി കഥകൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.